സമയം ഏകദേശം 6:30 ഇന്ന് നമ്മൾ ഷ്വൈസിൽ നിന്നും ഇറ്റലിക്ക് പോവാണ്. കഷ്ടകാലത്തിന് ഒരു ടോയ്ലറ്റേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രഭാത കർമ്മങ്ങളും കഴിഞ്ഞ് റെഡിയായി ഇറങ്ങാം. സ്വിറ്റ്സർലാൻഡിലെ നമ്മുടെ ജർമ്മനി പോലല്ല, നേരത്തെ തണുപ്പ് തുടങ്ങി. ഇപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇവിടെ വുഡൻ ഹോംസ് ഒക്കെ കൂടുതൽ കോമൺ എന്ന് മനസ്സിലായത്. അങ്ങനെ എല്ലാവരും പോവാണ്. ബൈ ബൈ. താങ്ക് യു ഫോർ ഹോപ്പ് യു എൻജോയ് ദ സ്റ്റേ. ഇവിടെ നമ്മൾ ഇറ്റലിയിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്നും ഒരു 1 hour ഡ്രൈവ് ചെയ്ത് നമ്മൾ കാൻഡസ്റ്റേഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ഇറ്റലിയിലേക്ക് നമ്മുടെ കാറ് ബൈ ട്രെയിൻ ഷട്ടിൽ ചെയ്യുകയാണ്. BLS ഔട്ട് ഓഫ് ഫെർല ട്രെയിൻ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് വാങ്ങാവുന്ന. ഏകദേശം ഒരു 20 മിനിറ്റ്സോടെ ഞങ്ങൾ ഇറ്റലി. അങ്ങനെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും അല്ല. നമ്മൾ വലിയ ലോങ് ടണൽസിലൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറേ വാലീസും കാഴ്ചകളൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മളൊരു മാളിൽ കയറി ജസ്റ്റ് ഒരു ലഞ്ച്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ടു Lake Como. ആൻഡ് ദിസ് ഇസ് ലേക്ക് കോമോ. ഇവിടെ നിന്ന് ഫെറി എടുത്ത് നിങ്ങൾക്ക് ഒരു ഡേ ട്രിപ്പ് പോകാം. ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ ആണ് ബെലാഗിയോ അല്ലെങ്കിൽ ഫറീന. ബെലാഗിയോ നോൺ ഫോർ പേൾ ഓഫ് ലേക്ക് കോമോ. ഇറ്റലി വരെ വന്നിട്ട് ഇറ്റാലിയൻ ക്യൂസിൻസ് കഴിക്കാതെ എങ്ങനെയാണ് പോകുന്നത്? അങ്ങനെ നല്ല ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് തപ്പി നമ്മൾ ബെലാഗിയോ വരെ വന്നു. ഒരു ഇറ്റാലിയൻ പിസ്സ കഴിക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു 40-45 മിനിറ്റ് ഞങ്ങൾ ഈ ബെലാഗിയോയിലെ ഓൾഡ് ടൗണിലൂടെ നടന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ടൗണിലൂടെയുള്ള ഒരു വാക്കിങ്ങും ലേക്ക് സൈഡ് വ്യൂ ഒക്കെ കണ്ടുള്ള കാഴ്ചകൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ നടന്ന് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ എത്തി. അങ്ങനെ നമ്മൾ എല്ലാവർക്കും കുടിക്കാനായിട്ട് ലാറ്റെ മെഷിയാറ്റയും അതുപോലെ പിസയും ഓർഡർ ആക്കി. ഈ പിസയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബഫലോ ചീസാണ്. ഞെട്ടിയില്ലേ? സിവന്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ. ഒരു അടിപൊളി ലേക്ക് വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു അക്കോമഡേഷൻ.